നമസ്കാരം. നീലവെണ്ണിലെ വിസ്മയക്കാഴ്ചയായി 5 പതിറ്റാണ്ടിലേറെക്കാലം ലോകത്തെ വിസ്മയിപ്പിച്ച വിമാനമാണ് ബോയിങ് 747. ആകാശത്തിൻ്റെ രാജ്ഞി അഥവാ ക്വീൻ ഓഫ് ദി സ്കൈസ് എന്ന ലോകമെമ്പാടുമുള്ള വ്യോമയാന പ്രേമികൾ ഈ ഭീമൻ വിമാനത്തെ സ്നേഹത്തോടെ വിളിക്കുന്നു. മുൻഭാഗത്തുള്ള സവിശേഷമായ കൂന് പോലെയുള്ള ഘടനയും ഗാംഭീര്യമുള്ള രൂപവും കൊണ്ട് ഈ വിമാനം എവിടെയും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. വലിപ്പത്തിലും സാങ്കേതിക വിദ്യയിലും ആഡംബരത്തിലും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിലെ വ്യോമയാന ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ ബോയിങ് 747 സാധിച്ചു. സാധാരണക്കാർക്ക് ദീർഘദൂര യാത്രകൾ സാധ്യമാക്കിയതും വിമാനയാത്രയെ കൂടുതൽ ആകർഷകമാക്കിയതും ഈ വിമാനത്തിൻ്റെ വരവാണ്. ബോയിങ് കമ്പനി നിർമ്മിച്ച് 1970 ഔദ്യോഗികമായി സർവീസ് ആരംഭിച്ച ബോയിങ് 747 ലോകത്തിലെ ആദ്യത്തെ വൈഡ് ബോഡി വാണിജ്യ വിമാനമായിരുന്നു. അതായത് വിമാനത്തിനുള്ളിൽ യാത്രക്കാർക്ക് നടക്കാൻ ഒന്നിലധികം വഴികൾ സൗകര്യപ്പെടുത്തിയ ആദ്യ രൂപകൽപ്പനയായിരുന്നു അത്. നൂറുകണക്കിന് യാത്രക്കാരെ ഒരേ സമയം വഹിച്ച് ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് തടസ്സങ്ങളില്ലാതെ പറക്കുവാൻ ഇതിന് സാധിച്ചു. അക്കാലത്തെ മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് വളരെ വലുതും ശക്തവുമായിരുന്നു ഇത്. വിമാനത്തിൻ്റെ മുൻഭാഗത്ത് മുകളിലായി ഒരുക്കിയ ഉയർന്ന ഡെക്ക് ഇതിന് സവിശേഷമായൊരു ഭംഗി നൽകി. പിൽക്കാലത്ത് പല പ്രമുഖ എയർലൈനുകളും ഈ മുകളിലത്തെ നിലയെ ആഡംബര സോഫകളും കോക്ടെയിൽ ബാറുകളുമുള്ള സ്റ്റൈലിഷ് ലോഞ്ചുകളാക്കി മാറ്റി യാത്രക്കാർക്ക് മറക്കാനാവാത്ത യാത്രാനുഭവം സമ്മാനിച്ചു. ഏതൊരു എയർലൈനിനും ഒരു ബോയിങ് 747 സ്വന്തമായി ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അന്തസ്സായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈ വിമാനത്തിൻ്റെ ഉത്ഭവ ചരിത്രം തുടങ്ങുന്നത് 1960കളിലാണ്. അക്കാലത്ത് വ്യോമയാന മേഖല അതിവേഗം വളരുകയായിരുന്നു എങ്കിലും വിമാനയാത്രകൾ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിലും വളരെ അപ്പുറമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രശസ്ത വിമാന കമ്പനിയായ പാൻ അമേരിക്കൻ വേൾഡ് എയർവേസ് കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതും അതുവഴി ടിക്കറ്റ് നിരക്ക് കുറക്കാൻ സഹായിക്കുന്നതുമായ ഒരു വലിയ വിമാനം നിർമ്മിച്ചു നൽകാൻ ബോയിങ് കമ്പനിയോട് ആവശ്യപ്പെടുന്നത്. തുടർന്ന് പ്രശസ്ത എഞ്ചിനീയറായ ജോ സട്ടറും അദ്ദേഹത്തിൻ്റെ സംഘവും ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയും ബോയിങ് 747 രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. വിമാനം നിർമ്മിക്കാൻ വേണ്ടി മാത്രം വാഷിംഗ്ടണിലെ എവറസ്റ്റിൽ ബോയിങ് കമ്പനിക്ക് ഒരു പുതിയ ഫാക്ടറി പോലും പണിയേണ്ടി വന്നു. വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായി ഈ ഫാക്ടറി പിന്നീട് മാറി. അങ്ങനെ 1968 ആദ്യത്തെ ബോയിങ് 747 പുറത്തിറങ്ങുകയും 1969 അതിൻ്റെ ആദ്യത്തെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ബോയിങ് 747 വരവ് അന്താരാഷ്ട്ര യാത്രകളുടെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചു. വലിയ യാത്രാശേഷി ഉള്ളതിനാൽ വിമാന കമ്പനികൾക്ക് ടിക്കറ്റ് നിരക്കുകൾ ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞു. ഇതോടെ ധനികർക്ക് മാത്രം പ്രാപ്യമായിരുന്ന വിമാനയാത്രകൾ സാധാരണക്കാരായ യാത്രാപ്രേമികൾക്കും പ്രാപ്യമായി തീർന്നു. വെള്ളിത്തിരയിലും ഈ വിമാനം ഒരു വലിയ ഐക്കണായി മാറി. ഡൈഹാർഡ് ട്യൂബ് ഉൾപ്പെടെയുള്ള 300-ലധികം അന്താരാഷ്ട്ര ചലച്ചിത്രങ്ങളിൽ ബോയിങ് 747 പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ നാസയുടെ ബഹിരാകാശ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള യാത്രകൾക്കും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിൻ്റെ അടിസ്ഥാന ഘടനയായി ഉപയോഗിച്ചത് ഈ വിമാനത്തെയാണ്. എന്നാൽ കാലം മാറിയതോടെ കൂടുതൽ കാര്യക്ഷമതയുള്ളതും ഇന്ധന ചെലവ് കുറഞ്ഞതുമായ 2 എഞ്ചിനുകളുള്ള വിമാനങ്ങൾക്ക് പ്രിയമേറി. 4 എഞ്ചിനുകളുള്ള ബോയിങ് 747 വിമാനങ്ങളുടെ പരിപാലന ചെലവ് എയർലൈനുകൾക്ക് വലിയ ബാധ്യതയായി മാറി. തുടർന്ന് 2023 ബോയിങ് കമ്പനി തങ്ങളുടെ അവസാനത്തെ 747 വിമാനവും നിർമ്മിച്ച് ഈ വ്യോമയാന യുഗത്തിന് വിരാമമിട്ടു. ആകെ 1574 ബോയിങ് 747 വിമാനങ്ങളാണ് ലോകത്താകെ നിർമ്മിക്കപ്പെട്ടത്. ഇന്ത്യയിലും ഈ വിമാനത്തിൻ്റെ വിടവാങ്ങൽ ഏറെ വൈകാരികമായിരുന്നു. എയർ ഇന്ത്യ തങ്ങളുടെ അവസാനത്തെ ബോയിങ് 747 വിമാനം 2024 ഏപ്രിലിൽ സർവീസിൽ നിന്ന് ഔദ്യോഗികമായി പിൻവലിച്ചു. ആകാശത്ത് നിന്നും ഈ രാജ്ഞി പടിയിറങ്ങിയെങ്കിലും ലോക വ്യോമയാന ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു വിപ്ലവമായി ബോയിങ് 747 എന്നും സ്മരിക്കപ്പെടും. വെബ് ഡെസ്ക് തത്വമയി TV.